പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കട്ട് വർക്ക് സാരീസാണ്. നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലാണ്. അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. കട്ട് വർക്കാണ്. ആ കട്ട് വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതുപോലെ സെൽഫായിട്ട് അപ്പോൾ ഈ വേറൊരു എംബ്രോയ്ഡറി വർക്കും വരാതെ സെൽഫായിട്ട് തന്നെയുള്ള കട്ട് വർക്കിലും ഡിഫറെൻറ്റ് കളേഴ്സ്, അത് രണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത്. വളരെ സോഫ്റ്റാണ്. നമുക്കിത് ട്രാൻസ്പാരൻ്റ് ഒന്നുമല്ല, അതുപോലെ അങ്ങനെ വെയിറ്റുള്ള മെറ്റീരിയലല്ല, ചുളുങ്ങുന്ന മെറ്റീരിയലും അല്ല ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലുള്ള കട്ട് വർക്ക് വന്നിരിക്കുന്നു, അതിൽ ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ആണ്. ബ്രിക്ക് റെഡ് ഷെയ്ഡാണിത്. ഇതേലും കട്ട് വർക്ക് വന്നിരിക്കുന്നു. ആ കട്ട് വർക്കിൽ തന്നെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായിട്ടാട്ടോ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. റേറ്റ് 2259. പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതെല്ലാം സെൽഫ് കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതേ തന്നെ ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. അപ്പോൾ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരിക. ഇതാണ് പല്ലുവിലെ ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. റേറ്റ് 2259. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ പേസ്റ്റൽ കളേഴ്സാണ്. അപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ പാറ്റേണിൽ തന്നെ ഇതെല്ലാം വന്നിരിക്കുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. എല്ലാം ആ സെൽഫ് ഇത് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു ഭംഗിക്ക് തന്നെ ചെയ്തിരിക്കുന്നു. അതാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും പ്ലേറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ആ കട്ട് വർക്ക് വരുന്നുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പിങ്കിനോട് അനുബന്ധിച്ച് തന്നെ ഇതൊരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിൽ ഈ ഡിസൈൻ വരുന്നു. അതിനുള്ളിൽ തന്നെ ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. റേറ്റ് 2259. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റ് കട്ട് വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. ലാവണ്ടർ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൽ വരുന്ന ഈ കട്ട് വർക്ക്. അതുപോലെ ആ കട്ട് വർക്കിനുള്ളിൽ തന്നെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വരുന്നു. സ്കാറ്റേഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ആ കട്ട് വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ആണ്. ഇത് ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ സെൽഫായിട്ട് കട്ട് വർക്ക് മാത്രമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ പല്ലു പോർഷനിലും. ഇതാണ് ബോഡി പാർട്ട് വരെ ഞാൻ 1 ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായത് ട്രാൻസ്പാരൻ്റ് അല്ല. അതുപോലെ 1 ലെയറായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ഈ കുത്തുന്ന ഭാഗം വരെ വരുന്നു.
പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാണിത്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ചിക്കു ഷെയ്ഡിൻ്റെ ഈ എംബ്രോയ്ഡറി കട്ട് വർക്ക് ഉണ്ടല്ലോ, ഇത് സെയിം തന്നെയാണ് ഇനി കാണിക്കുന്ന കളറുകളിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ്. റേറ്റ് എല്ലാം സെയിം തന്നെ 2135 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് എല്ലാം സെയിം. ബ്ലൂ ഷെയ്ഡ്, ഇതാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡ്, വേറെ ഒന്നും മാറ്റമില്ല കേട്ടോ, ഈ കളറിൽ മാത്രം മാറ്റമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വിടർത്താതിരിക്കുന്നത്. പിങ്കിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. മറൂൺ ഷെയ്ഡ്, മെറ്റീരിയൽ എല്ലാം സെയിം, ഡിസൈൻ എല്ലാം സെയിം, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. റേറ്റും സെയിം 2135. ഒണിയൻ പിങ്ക്, പീച്ച് ഷെയ്ഡ്, ഞാൻ എപ്പോഴും പറയും ഇതൊക്കെ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായി. ഇപ്പോൾ ഇതിനകത്തുള്ള കളറുകളെല്ലാം അതെ, ഇപ്പോൾ സ്വല്പം കളർ കുറഞ്ഞവർക്കായാലും എല്ലാം അനുയോജ്യമായ കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ സോഫ്റ്റാണ്, ട്രാൻസ്പാരൻ്റ് അല്ല, അതുപോലെ വെയ്റ്റ്ലെസ് ആണ്. പിസ്ത ഗ്രീൻ, ഇതിൻ്റെ എല്ലാം റേറ്റ് 2135 ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെയും കട്ട് വർക്ക് ഇങ്ങനെ തന്നെ സെയിം. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സെയിം തന്നെയാണ്, കട്ട് വർക്കും എല്ലാം, റേറ്റും മെറ്റീരിയലും, കളറ് മാത്രമേ മാറ്റുള്ളൂ. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കട്ട് വർക്കിന് സ്വല്പം കൂടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ ആ ലീവ്സ് ഒരു സ്വല്പം കൂടെ വലുപ്പം, അതൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള ഡിസൈനിലൊരു ഡിഫറൻസ്. റേറ്റ് എല്ലാം സെയിം തന്നെ, എങ്കിലും അത് ഓരോന്നെ തന്നെ കാണിക്കുന്നതാണ്. ബ്രിക്ക് റെഡ് ഷെയ്ഡ്, ലീവ്സ് സ്വല്പം കൂടെ വലുപ്പം, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഒണിയൻ പിങ്ക്, മറൂൺ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന കളറിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടൊരു സംശയം തോന്നുക, വീഡിയോ കോളിൽ വിളിച്ചാൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റും. ഇത് ഒരു പിങ്ക് ഷെയ്ഡ്, ലാവണ്ടർ. റേറ്റ് എല്ലാം സെയിം തന്നെ 2135 ആണ്. ഇതാണ് ലാവണ്ടർ ഷെയ്ഡ്. ഇത് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ബ്ലൂവിനൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ നേരിട്ട് കാണുന്നതെന്നും വീഡിയോയിൽ സ്വല്പം ഡിഫറൻസ് വരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. റേറ്റ് എല്ലാത്തിനും സെയിം 2135. ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ വരുന്ന കട്ട് വർക്ക് ഇങ്ങനെ ഫ്ലവേഴ്സാണ്, ഇതേ രീതിയിലാണ് വരുന്നത്. റേറ്റ് എല്ലാം സെയിം തന്നെ, മെറ്റീരിയലും സെയിം, ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്. സെൽഫായിട്ടുള്ള കട്ട് വർക്കാണ് ഇതിൽ വരിക. ഇതിൻ്റെ തന്നെ മറ്റ് കളേഴ്സ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയലും സെയിം, കളറിൽ മാത്രമേ മാറ്റുള്ളൂ. ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ് ഒരു ഫ്ലവർ മോഡലിലാണ് വന്നിരിക്കുന്നത്. പീച്ച് ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ, ബ്ലൂ. ഇത് മറ്റൊരു കട്ട് വർക്ക് സാരിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെയാണ് വരിക. ഒരു നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വരിക. രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. പിന്നെ ഇതിൻ്റെ ബ്ലൗസിന് ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. 2835 ആണ്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. അതുപോലെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും താഴെ ആ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ലൊരു കളർ പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഇത്. റേറ്റ് 2835 ആണ്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 2135. ഇതാണ് മറ്റൊരു കട്ട് വർക്ക് സാരി. ഇതൊരു മെറൂൺ ഷെയ്ഡ് അല്ല കേട്ടോ, പക്ഷെ നല്ലൊരു കളർ ഇതാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക, ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2385 ആണ്. ഇങ്ങനെയാണ് പല്ലു വരിക. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് വരുന്നത് ഈ ഭാഗം വരെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗം ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും
ആ കട്ട് വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് വരിക. സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ, ഇത് കളറ് സെയിം തന്നെ, ഇതിൻ്റെ ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് വരിക. റേറ്റ് 2385. ഞാനിപ്പോൾ ഒരുപാട് ടൈപ്പ് കട്ട് വർക്കുകൾ കാണിച്ചു. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.